ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. ഇന്നൊരു വെള്ളിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. അതിന് മുമ്പ് ജുബൈൽ വൺ ഓഫ് ദി ബെസ്റ്റ് പൊറാട്ട കിട്ടുന്ന സ്ഥലത്ത് ഒരു 2 റിയാലിന് പൊറാട്ട വാങ്ങണം ഇപ്പോൾ കഴിക്കാൻ. ഓക്കെ, ഇപ്പോൾ സമയം ഒരു 8 മണി 8:30 ആയിട്ടുണ്ട്. സാറല്ലേ ബസ് ഒരു 2 റിയാലിന് പൊറാട്ട. അടിച്ചാനായിക്കോട്ടെ. അല്ല, അടിച്ച പൊറാട്ട കേട്ടോ, ഫ്രഷ് പൊറാട്ട. ഇപ്പൊ കഴിക്കാറുണ്ട്. 4 പൊറാട്ട, 2 ദാസേട്ടന്, 1 എനിക്ക്, 1 മുമ്പ്. ഞാൻ ഇന്ന് തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കാൻ പോണേ. അതിന് വേണ്ട സാധനം ശുദ്ധമായ വെള്ളം, അരി. അതൊന്നും പ്രശ്നം. വെളുത്തുള്ളി, ആനിയൻ, വെങ്കായം சொல்ற തമിഴ്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, പുതിന, പച്ചമുളക്, കരിവേപ്പിന്റെ ഇല, അൽമറായിന്റെ പാൽപ്പൊടി. അതാണ്ട് ഇട്ടൂട്. 2 സ്പൂൺ 3 സ്പൂൺ നല്ലോണം കളറായിക്കോട്ടെ. അത് കേറി. അങ്ങനെ മലപ്പുറം ജില്ലയുള്ള ഇങ്ങനെ തന്നെ. സ്പെഷ്യൽ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തലശ്ശേരി ദം ബിരിയാണി. അതെ, ഇല്ലേ? കോഴി പൊരിച്ചു. ദം ബിരിയാണി കോഴി പൊരിക്കണമെന്നില്ല. ഓ, റെക്കോർഡിങ് പറഞ്ഞോളി. ഓ, ഇത് പൊടി ഏറി കേട്ടോ. ദാസേട്ടനൊന്ന് കാണിച്ചോട്ടെ. ദാസേട്ടൻ കോഴിക്കോട്. ഒരു ഹായ് രൂപ ഞങ്ങളെ ഫോളോവേഴ്സിന്. ദാസേട്ടൻ കോഴിക്കോട്, മുനീർ കാപ്പാട്, പിന്നെ ഷിഫ്നാസ് എവിടെയാണ്? തലശ്ശേരി. സഫ്നാസ് തലശ്ശേരി. അപ്പൊ കൊറേ രാജ്യക്കാരുള്ള ഒരു ഗ്രൂപ്പാണ്. അതിലേക്ക് ക്ലാസ്സിലേക്ക് കളിച്ചോ. ക്ലാസ്സിലേക്ക് ഓരോ ക്ലാസ്സിലേക്ക് ക്ലാസ്സിലേക്ക് അടിക്കണോ. ഓരോ ക്ലാസ്സിലേക്ക് പോയില്ല. അങ്ങനെയാണ് ക്ലാസ്സിലേക്ക് ഓരോ ക്ലാസ്സിലേക്ക് ഓരോരോ ക്ലാസ് അടിച്ചോണ്ടേ. പഞ്ചസാര ഈ കുട്ടിയില്ല. ഇത് ക്ലാസ് അത് ദാസേട്ടന് കൊടുക്കും. നമ്മള് തൊണ്ട നമ്മൾ കൊറേ പ്രായക്കാരൻ. ദാസേട്ടന് പഞ്ചസാര ഉണ്ടല്ലോ. എന്ത് ചില ചോദിക്കണ്ടോ? ചോദിച്ചാ വിഷയം. മൂപ്പര് പഞ്ചാരം കാണാം. ജുബൈലെ വൺ ഓഫ് ദി ബെസ്റ്റ് പൊറാട്ട. ഐക്കോറ അങ്ങോട്ട്. ഐക്കോറയാണത്. ഇത്
ഇതിന്റെ ഷെയർ അല്ലേ? എന്തൊക്കെ ഇടണമെന്ന് പറഞ്ഞു കൊടുക്കി. സവാള, തക്കാളി, വെങ്കായം, പിന്നെ മല്ലിച്ചപ്പ്, പുതിന, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പൊരിച്ചു വെച്ച ഒനിയൻ, ആനിയൻ, പിന്നെ അൽമറായിക്ക ഗീ. ഫസ്റ്റ് നമ്മള് സവാള ഇടുന്നു, എണ്ണ ഒഴിച്ചു, കുറച്ച് നെയ്യും ചേർത്തു. അടുത്ത സവാള ചൂടായി വരുമ്പോൾ സവാള ഇടും. സവാള നല്ലോണം വഴന്ന് കഴിഞ്ഞിട്ട് വയന്നോട്ട് എങ്ങോട്ട് പറയാം. ഔട്ട് ഫൈൻ ഇടേണ്ടി വരുമല്ലേ? തലശ്ശേരി ദം ബിരിയാണി ഉദ്ദേശിക്കുന്നത്. ഈ ഉപ്പ് ഒരു 2 സ്പൂൺ ഇടും, പിന്നെ നോക്കിയിട്ട് പാകത്തിൽ. ഉപ്പത്രട്ട് 2 സ്പൂണോ? ഇത് എത്ര കിലോനാണ് നമ്മൾ വെക്കുന്നത്? 1.5 കിലോ. 1.5 കിലോ. ചൂടില്ലല്ലോ. ഇനി ഇഞ്ചി പേസ്റ്റ് ഇടും. ഇഞ്ചി, പച്ചമുളക്, കുറച്ച് മല്ലി, ചപ്പും പൊടി. നല്ലോണം വായന്ന് കഴിഞ്ഞിട്ട് തക്കാളി ഇടും. വായിങ്ങോട്ടെ. കാപ്പാടില് എന്ത് കല്യാണ്ടെങ്കിലും മൂപ്പരാക്കും. 11:45 ദമ്മിട്ട് പിന്നെ കുളിച്ച് പള്ളിയിലേക്ക് പോകുന്ന പരിപാടിയില്ല. പിന്നെ കറക്റ്റ് 1 മണിക്ക് വന്ന് ദമ്മോട്ടിച്ചു. അതിന്റെ വീട് ചെയ്യുന്നുണ്ട്. ദമ്മിന് വന്നോളെ. പിന്നെ ചെയ്തോ മാണ്ടോ? കാപ്പാട് എവിടെ കല്യാണ്ടെങ്കിലും ജീരകശാല കൊണ്ട് ബിരിയാണി വെച്ച് നാട്ടിൽ നിന്ന് ഒരു പുരസ്കാരം കിട്ടി, അങ്ങനെ കിട്ടിയ ടീഷർട്ടാണ് കണ്ട. ഇതൊക്കെ വായിച്ച ജീരകശാലന്റെ ടീഷർട്ട് വരെ ഉണ്ട്. പോസിന് അടുത്തിടാനായോ ദാസേട്ടൻ? ഇവിടെ വരും. നിങ്ങളൊരു അഭിപ്രായം ഒന്നും പറയാതെ ഇങ്ങനെ. അതെ ദാസേട്ടൻ. ദാസേട്ടന് ഇവിടെ നിന്ന് ഒറ്റപ്പാലം, തൃശ്ശൂർ പാലക്കാട് ബോർഡറായ ഒറ്റപ്പാലത്തിൽ നിന്നും വരുന്ന. ഉച്ചക്ക് ബിരിയാണി കഴിച്ചിട്ടാ മൂപ്പ ഇദ്ദേഹത്തിന്റെ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇന്ന് അബൂക്ക് എത്തേണ്ട ആളാണ്. ഇനി തക്കാളി ഇടാം. ഒരു 3 തക്കാളി. നമ്മളെ തക്കാളി കണ്ട രസമാണ്. ആ തക്കാളി കാണിച്ചു തരാം. ജുബൈത്തെ തക്കാളി, കുഞ്ഞു തക്കാളിന്റെ ഒരു എത്ര ഉള്ളു? അല്ല ലെമൺ സ്ക്വീസ് ചെയ്യണേ. ആകെ പോളി. 2 കിലോ ചിക്കനാണ് വാങ്ങിച്ചത്. ഇത് ഞാൻ തന്നെ മുറിച്ച് ഞാൻ തന്നെ കേക്ക്. ടേസ്റ്റ് കൂടും അല്ലേ? വെള്ളം ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ചിക്കൻ്റെ ഒരു ചെറിയൊരു മങ്ങല് വന്നു കഴിഞ്ഞാൽ മസാല വാങ്ങിച്ച് ഒന്ന് ഇതിലൊന്ന് മങ്ങിയാൽ ഒന്ന് എന്താണ് ഒന്ന് സെൻസിനാണ്. ഒന്ന് ചിക്കൻ്റെ ഒരു ഇതിലേക്ക് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ മസാലകൾ വരും. ചിക്കൻ്റെ ഒരു ചെറിയൊരു നിറം മാറുമ്പോൾ മസാല വരും. മസാല അറിയുമ്പോൾ നമ്മള് കാശ്മീരി മുളക്, ബിരിയാണി മസാലയും ഗരം മസാലയും കുരുമുളക് പൊടി, അതാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. കാശ്മീരി ഇടൂല.
എന്തേലൊക്കെ ചെയ്യും. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, മഞ്ഞപ്പൊടി ഇട്ടോളി. ഗരം മസാല 1.5 സ്പൂൺ, ഗരം മസാല ഇട്ടോളി. കത്തിയോടെ. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ പാകത്തിന് എരിവ് നോക്കിയിട്ട് പിന്നെ ഇടും. പിന്നെ ഇട്ടോളി. പിന്നെ ബിരിയാണി മസാല ഒരു 2 സ്പൂൺ ഇടും. ബിരിയാണി മസാല. ബിരിയാണി മസാല വിജയ്. 1000 കണ്ണുമായി സിഫ്നാസിനെ കണ്ടില്ലല്ലോ. മിന്നില്ലേ. കുറച്ച് കളർ ഇട്ടാൻ വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് കളർ ഇടായിരുന്നു. ഇടലില്ല. പിന്നെ ചില ആൾക്കാർക്ക് ഇഷ്ടമാണ്, അങ്ങനെ ഇടുന്നു. കാശ്മീരല്ലേ നിങ്ങൾ ഇടലില്ല. അപ്പൊ ഒരു കളർ ഇട്ടാൻ. ഇതൊക്കെ ബിരിയാണി ഉണ്ടാക്കാൻ അറിയണ പോലെ കാണും കേട്ടോ. ഇതൊക്കെ തൈര് ഒഴിക്കാനുള്ള തൈരല്ല, യോഗട്ട്, സബാദി. ഒരു കപ്പ് തൈര്. സ്വാദ് കിട്ടാനും വേണ്ടിയാണ് തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര്. ഇത്രയും ചെയ്തിട്ടാണ് ഇനി ഒരു അരമണിക്കൂർ വേവിക്കാൻ വെക്കാം. മസാല കഴിഞ്ഞോ? ഓ, ഇപ്പൊ കളറ് മാറിയിട്ടൊന്നുമില്ലല്ലോ. ഗോൾഡൻ കളറാ. ഗോൾഡൻ ആരോ നെഞ്ച് കാണാറോ ഇതൊക്കെ ചെയ്യും. അതാ ഞാൻ തേങ്ങാന്ന് വിചാരിച്ച് കഴിച്ചു നോക്കി. നോക്കുമ്പോ അല്ല, ആ തേങ്ങ എടുത്ത് വെച്ചാന്ന് വിചാരിച്ച്. കൂന് പറഞ്ഞാല് മറ്റേ മഷ്റൂം. ഞങ്ങളിപ്പോ പൊറാട്ട കഴിച്ച്. അല്ല, അത് നാളെ പറ്റൂലേ? മാസാവോ? 2 ദിവസമായിട്ട് നമ്മൾ അറിയിച്ചില്ല. ഞാൻ ഇന്ന് കഴിച്ചു നോക്കി. തേങ്ങ ഇട്ട കപ്പ് പോലെ ഉണ്ടല്ലോ, നോക്കിയോ? നമ്മ സാലഡ് ഇതാക്കിയാലോ? തൈരിടാതെ സുർക്കയിൽ ഇട്ടാലോ? തൈരിടാതെ സുർക്കയില് മീനാകെ കഴിഞ്ഞ് ഇനിച്ചൊരാവശ്യം. ഞാൻ 3 വർഷം മീൻ മാർക്കറ്റിലേനെയാണ്. നിങ്ങളപ്പോ ഇപ്പോൾ ഒരു ഇങ്ങനെ കട്ടൻ ചുടിച്ചാ വയസ്സായി ഇതാവും. അങ്ങനല്ല, അപ്പൊ നിങ്ങൾ ആയ കാലത്ത് കെട്ടിയില്ലേ? അത് ശരി. ഇല്ലല്ല, മോളെ കെട്ടിച്ച് മോക്ക് കുട്ടിയായി. അപ്പൊ ഇന്ത്യനാറ് പ്രായം ഉണ്ടല്ലോ നോക്ക്. പിന്നെ നിങ്ങൾ ആയ വയസ്സിൽ മനസ്സിലായില്ല. 20 എനിക്ക് അടുത്ത ചിങ്ങം വന്ന ഒരു 24. എന്താ നിങ്ങള് ചിരട്ടേത് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മള് 15 ചിരട്ട കൊണ്ട് സംഭവം ബിരിയാണി റെഡി ആവും.
ഇത് ഗ്യാസ് അല്ലേ? അത് ഗ്യാസ് ആകുമ്പോ നമുക്ക് അരമണിക്കൂറാണ് അത് സ്ലോയില് വെക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ കാശ്മീരി കുറച്ചും കൂടി കിട്ടി, കളർ കറക്റ്റ് മതിയോ കളർ? മതിയോ? ഞാൻ അഭിപ്രായം പറയണില്ല. മഞ്ഞു തുള്ളിയരിഞ്ഞില്ല വക്കോട്ടിയ കത്തിയണത്. ഉള്ളിയൊക്കെ എന്തിനാ പിന്നെ എത്ര ആൾക്കാരെ എത്തിച്ചണത്? ഉള്ളി കുറച്ചിട്ടാണ് കക്കരിയാണ് കൂട്ടിട്ടച്ചാണ്. ഇതാ ആകെ അര ഉള്ളി. അത് അത്രയൊന്നും വേണ്ട, ഉള്ളി കുറച്ച് മതി. കക്കരി കൂട്ടിയിട്ടാണ്. ജുബേൽ ഉണ്ടാക്കിയ ക്യാരറ്റ് എല്ലാം ഇവിടുത്തെ പച്ചക്കറിയാണ്. അത് പുള്ളിക്ക് അറിയാലോ. നമ്മളെ ജുബയിലുള്ള ക്യാരറ്റ്, ക്യുക്കമ്പർ, ഒനിയൻ, ഈ ഉള്ളി ഇവിടുത്ത എല്ലാം ഉള്ളി ഇവിടെ തന്നെ കൃഷി ചെയ്ത നമ്മൾ തോട്ടത്തിൽ നിന്ന് വാങ്ങുന്ന. ആ തോട്ടത്തിൽ ഒരു ദിവസം പോകണം. എന്നിട്ട് ഇവിടെ ഉണ്ട് പച്ചക്കറി. പിന്നെ ആ ഹോസ്പിറ്റലിന് വേണ്ടി മൊത്തം പച്ചക്കറി അവരാണ് ഉത്പാദിക്കുന്നത്. മേഡ് ഇൻ ജുബേല്. ക്യുക്കമ്പർ കുറച്ചും കൂടി എടുക്കാനാ? ക്യുക്കമ്പർ കൂട്ടിയിട്ടോ. പോണ്ട് കേട്ടോ, കേടന്നു പോണ്ട്. അതാ പറഞ്ഞത്, അത് ചുരുണ്ടു പോകും. രണ്ടെണ്ണം കൂടെ എടുത്തിട്ടേ പോയിക്കോട്ടെ. കൊറേ ആയിരുന്നു. അതൊന്നും കുറച്ച് എല്ലാവരും ഓരോ സ്പൂൺ എടുത്താൽ കഴിഞ്ഞു. ബാക്കിയാവൂല. അതാണ് സലാഡ് ബാക്കിയാവൂല ഒരിക്കലും. ഒക്കെ വരും. ദമ്മിട പോകരെ 4 ലക്ഷം ആള് കാണണം. ഇനിയിപ്പോ എന്നപ്പോ ഈ മാസം തീരുവോ? ഈ മീൻ തീരുമ്പോ തീരുവോ? വണ്ടിയും പരിയായി പോയി. മീൻ എപ്പോഴും ഇവിടെ ഒഴിവാക്കുന്ന അന്ന് നിൽക്കും. നമ്മളതിൽ ഇടപെട്ടു പോയി. ആ സിർനോഫ് വന്നാണ്ട് പറഞ്ഞു. അതല്ല ഞാൻ പറഞ്ഞത്. അടുപ്പത്ത് ഇനി ഇത് വെക്കണ്ട, ദമ്മിടണ്ട. ഇതിങ്ങനെ വെച്ച് പോവാ. പിന്നെ ദമ്മിടുന്നില്ല. പിന്നെ തലശ്ശേരി ദം ബിരിയാണി ബിരിയാണി ആവുമല്ലോ ഇപ്പൊ. അപ്പൊ ഈ മസാല ഇതിന് നല്ല ചോറിനൊരു ചുരുക്കുണ്ടാകാനാണ് സംഭവം വഹിക്കുന്നത്. മസാലന്റെ ഒരു ഫ്ലേവർ ചുരുക്ക്. അങ്ങനെ അടുത്ത സ്റ്റെപ്പും കൂടി ഇട്ടിട്ട് നമ്മള് മൊത്തം ദമ്മിട്ട് സീൽ ചെയ്ത് അടിക്കും. പിന്നെ പള്ളിയിൽ പോയി വരുമ്പോഴേക്ക് ദമ്മ് റെഡിയായി. എന്താണ് അതാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഇത് വേറെ ഇത് സ്പെഷ്യൽ മറ്റേ തലശ്ശേരി ദം ബിരിയാണിയാണ്. നിങ്ങൾ സാധാ ബിരിയാണി അല്ലല്ലോ. അതന്നെ. സമയം എത്രയായി? അങ്ങനെ ദമ്മിട്ട് ഇനി അടുപ്പത്ത് വെക്കണേ. ചെറിയ ആ ഇതിൽ കിടക്കും. ഏത് ഈ കനലിലോ? കനല് കുറച്ച് മേലക്കിടി. നമ്മള് സ്റ്റീലിന്റെ മാവ് വയ്ക്കുന്നില്ല. നമ്മള് ഇതിന്റെ പേരെന്ന് പറഞ്ഞ ഇതിന്റെ പേരോ? കസ്തീർ. കസ്തീർ വെച്ച് ഒരു സ്റ്റീലിന്റെ സാന് വെച്ച് അതിന്റെ മുകളിൽ ഒരു അമ്മിക്കുട്ടി ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മള് വെള്ളം കയറ്റിയേക്കുന്നു. നമ്മള് ഇവിടെ കല്ലില്ലാത്തത് കൊണ്ട് നമ്മള് വെള്ളം എടുത്തേക്കുന്നു. എങ്ങനെയാണ്? നമ്മള് നല്ല വെള്ളമാണോ അതോ സെക്കൻഡ് ഹാൻഡ് വെള്ളം? വെള്ളം ലോഡിന് വേണ്ടിയാ. ഓക്കെ ദമ്മിട്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ദം പൊട്ടിക്കാൻ പോവുകയാണ്. അങ്ങനെ പള്ളി കഴിഞ്ഞ് വന്നു പരിപാടിയേക്കും. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം പറഞ്ഞുണ്ടോ?
നീ എന്താ മുറിച്ചിരുന്നേ? ഉള്ളിയാ അല്ല എന്താ മുറിച്ച? ഇതില് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ തന്നെയല്ലേ. ആ അതാ ഒന്നാ ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? ഉപ്പും കൂട്ടിയില്ലേ അതിന് വെക്കുന്നത്? വീട്ടിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച കല്ലാണ്ട് വെച്ചിട്ടുണ്ട്. അന്ന് പിന്നെ കേക്കില്ല. കഴിക്കാനുള്ള റെഡിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എടുത്തിട്ട് അത് കജ്ജിട്ട് കൊതുങ്ങണില്ല. മൊബൈൽ നമ്പർ കൊടുത്തില്ലേ നിങ്ങള്? ആ മൊബൈൽ നമ്പറിൽ മെസ്സേജ് വരും. ആ മെസ്സേജ് ഇവിടെ നമ്മള് ഇതാക്കി കഴിഞ്ഞാല് പോട്ടെ പോട്ടെ. മസാല കിട്ടും. ഇതാണ് ചിക്കന്റെ കോഴി മസാല. ഇനി മുനീർക്കാക്ക് അല്ല ഷാപ്പ് എല്ലായിട്ട് കുത്തിവെച്ചാ ഗ്യാപ്പിട്ട് കുത്തിക്കോ. ചില്ലിക്ക പോയി വെട്ടിയാള്. ഞാൻ ആ മസാല ഉള്ളിൽ കയറ്റരുത്. പോയി വെട്ടിയാള്. ഞാൻ അതും ഇന്റെ നേരത്തെ ആ വെട്ടി കൊണ്ടുവന്ന് മൂപ്പര് പറഞ്ഞോട് മൂപ്പര് എന്നോട് പറഞ്ഞ് കുറച്ചൊക്കെ ചെറുതാക്കിയാളെ മറ്റേ ഉള്ളിക്ക് മസാല. വരി 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 ഇവിടെ. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. വരി വരി. അതാ നേക്കിനായാലേ അവിടെ തന്നെ അതൊന്നുണ്ടാകാം. ഇത് എന്റേത് അപ്പൊ ഇതല്ലേ എന്റെ. കണ്ടില്ല. എടാ എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി? എങ്ങനെ ഉണ്ടായിരുന്നത്? അത് പോരാ, ഒന്ന് ഇങ്ങനെ ആക്കി. മൂപ്പരോട് തന്നെ ചോദിച്ചാലോ, മൂപ്പര് ഉണ്ടാക്കിയാണ്ട് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. വേറെ ലെവല്. അപ്പൊ ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ.